കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. മറുകുകൾ, നിങ്ങൾക്ക് ഈ ഭാഗത്ത് മറുകുണ്ടെങ്കിൽ രാജയോഗം. മറുകളെക്കുറിച്ച് ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും രാജയോഗം പല ലക്ഷണങ്ങളും കണക്കാക്കാൻ പറ്റും. നമുക്ക് ചില അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ചില ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് സാധാരണ ഉള്ളതിലൊരു പോസിറ്റീവ് എനർജി നമുക്ക് തോന്നുക, കിട്ടത്തില്ല എന്നുറപ്പുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വരിക, നമ്മൾ ഒരിക്കലും ഗുണപ്പെടത്തില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഗുണപ്പെട്ട് കാണുന്ന അവസ്ഥകൾ, അവരെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുന്ന അവസ്ഥകൾ, ഇതുകൊണ്ടൊക്കെ നമുക്ക് രാജയോഗം ആരംഭിക്കുകയാണെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലക്ഷണശാസ്ത്രപ്രകാരം പറയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ശൈലശാസ്ത്രപ്രകാരം മറുകിന് വളരെ സ്ഥാനമുണ്ട്. മറുക് ഓരോരുത്തരത്ത് നിൽക്കുമ്പോഴും നമുക്ക് ഓരോ ഫലങ്ങൾ, ഇത് വലിയ ഒരുപാട് MB ഉള്ള ദീർഘിച്ച ഒരുപാട് സമയമുള്ള ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും രാജയോഗത്തിൻ്റെ മറുകുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം രാജാവാകാൻ യോഗം മറുക് സംബന്ധമായിട്ടും വരാം. അപ്പം അത് ഏതൊക്കെ രീതിയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പുരുഷന്മാർക്ക് വലത് കയ്യിൽ ഉള്ളം കൈയിലാവാം, പുറം കൈയിലാവാം, ഈ കൈയുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞ് എവിടെ വേണമെങ്കിലും ആവാം. മറുകുകൾ വരുവാണെങ്കിൽ രാജയോഗം ഉണ്ടാവാനുള്ള സാധ്യതയായിട്ട് വലത് കവിളിൽ ഏതെങ്കിലും ഭാഗത്ത്, കവിളിൽ ഏത് ഭാഗമാവാം, കണ്ണിൻ്റെ താഴെയാവാം, കവിളിൽ ഈ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ആവാം, അവിടെയൊക്കെ രാജയോഗം ഉണ്ടാവാനുള്ള സാധ്യതയായിട്ട്. പിന്നെ പുരുഷന്മാർക്ക് നെഞ്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്ത് കഴിഞ്ഞ് താഴോട്ടുള്ള ഈ ഭാഗത്ത്, ഇടത്തോ വലത്തോ ഏത് ഭാഗത്തായാലും മറുകുകൾ വന്ന രാജയോഗം ഉണ്ടാവാനുള്ള സാധ്യതയായിട്ട് പറയപ്പെടുന്നുണ്ട്. കാലിൽ ഉപ്പൂറ്റിയിൽ ഉണ്ടെങ്കിൽ അതും രാജയോഗത്തിൻ്റെ വഴിയായിട്ട് പറയുന്നുണ്ട്. മുട്ടിൻ്റെ പുറകിൽ രാജയോഗമായിട്ട്, തുടയിൽ ഒക്കെ പറയുന്നുണ്ട്. തുടയിൽ എന്ന് വെച്ചാൽ വലത് തുടയിലാണ് ആണുങ്ങൾക്ക് പറയുന്നത്, ഇടത് തുടയിൽ സ്ത്രീകൾക്കാണ് പറയപ്പെടുന്നത്. കാണാമറയത്ത് മറുക് വന്ന രണ്ടു പേർക്കും രാജയോഗം അതിഭാഗ്യവാന്മാർ അല്ലെ അതിഭാഗ്യവതികളാണെന്ന് പറയാം. പുറത്തും കഴുത്തിലും സ്ത്രീകൾക്കും പുരുഷനും ഒരുപോലെ നമുക്ക് രാജയോഗം പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. പിന്നെ സ്ത്രീകൾക്ക് പൊതുവെ പറയുന്നത് ഇടത്ത് കയ്യിൽ അകത്തോ പുറത്തോ നഖത്തേലോ അല്ലെങ്കിൽ കയ്യിൽ ഏത് ഭാഗത്തോ ആയിക്കോട്ടെ, ഇടത്ത് കയ്യിൽ മറുക് വരുന്നത് സ്ത്രീകൾക്ക് വളരെ ഗുണകരമായിട്ട് സൗഭാഗ്യവതികളായിട്ട് രാജാവായിട്ട് രാജ്ഞിയായിട്ടിരിക്കാനുള്ളൊരു യോഗം പറയപ്പെടുന്നുണ്ട്. അത് കുറേ സ്വത്തുക്കളുടെ ഒരു സൈന്യാധിപനായിട്ട് അല്ലെ കുറേ സ്വത്തുക്കളുടെ മുകളിൽ ഇതൊക്കെ ഭരിക്കുന്ന MD ആയിട്ടൊക്കെ ഇരിക്കുക, അല്ലെ ഒരു മാനേജിങ് ഡയറക്ടറായിട്ട് അങ്ങനെ നല്ല രീതിയിൽ ഇരിക്കുന്നതൊക്കെ ആ രീതിയിൽ പറയാൻ പറ്റുന്നതാണ്. അതുപോലെ സ്ത്രീകൾക്ക് പറയാൻ പറ്റുന്നതാണ്. ഉപ്പൂറ്റിക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ഭാഗ്യമായിട്ട് അല്ലെ രാജയോഗമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇടത്തെ കവിളിൽ ഏതെങ്കിലും ഭാഗത്ത്, ഇടത്തെ കണ്ണിനകത്തോ കണ്ണിന് പുറത്തോ കണ്ണിന് താഴെയോ അല്ലെ കൺപീലിക്ക് മുകളിലോ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. വയറിൽ, അത് ഏത് ഭാഗത്തും ആയിക്കോട്ടെ, വയറിൽ ഏത് ഭാഗത്ത് വന്നാലും ഭാഗ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. അരയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് സ്ത്രീകൾക്ക് ഇടത്ത് അരയിലും പുരുഷന്മാർക്ക് വലത്തെ അരയിലും വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയും കെട്ടിടത്തൊന്നും ഈ പറഞ്ഞതിൽ എവിടെങ്കിലുമൊക്കെ മറുകളില്ലാത്ത ആരെങ്കിലും കാണത്തില്ല അല്ലേ? അപ്പം നിങ്ങൾ ആരും തന്നെ നിർദോഷികളായിട്ട് അല്ലെ ഭാഗ്യദോഷികളായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവരും ഭാഗ്യമുള്ളവർ തന്നെ. ഭാഗ്യം 1% ഇല്ലാത്ത ആരും തന്നെ ഇല്ല. അപ്പം ആ ഭാഗ്യം ഉണ്ടതും ഭാഗ്യവർദ്ധനവിന് ശ്രമിക്കുന്നതിനിടയിൽ ഇല്ലേ? ഭാഗ്യം ഉണ്ടാകും, ഉള്ള ഭാഗ്യമായിട്ട് മുന്നോട്ട് പോയാൽ മതി, അല്ലെ ഉള്ള സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോയാൽ മതി ചിന്തിച്ചാൽ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് കുറച്ചുകൂടെ സാമ്പത്തികം വേണം, കുറച്ചുകൂടെ ഉയരണം, കുറച്ചുകൂടെ നാലാടെ മുമ്പ് ഒരു പേരും പ്രശസ്തി അഭിമാനവും അന്തസ്സും ഒക്കെ വേണം ചിന്തിക്കുന്നതിന് എന്ത് വേണം? അവൻ അതിനുള്ള സാധ്യതകൾ അവൻ്റെ ശരീരം തന്നെ ഈശ്വരനായിട്ട് ഓരോ ലക്ഷണങ്ങൾ കൊണ്ട് അവരൊന്ന് കാണിച്ചു തരുന്നത് അല്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് നന്നാവുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ? അപ്പം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ശരീരഘടന അനുസരിച്ച് ഇന്ന ഭാഗത്ത് ഈ പറയുന്ന മറുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഗൗളിശാസ്ത്രം, പക്ഷിശാസ്ത്രം, അതുപോലെ തന്നെ ഈ ഹസ്തരേഖാശാസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലക്ഷണശാസ്ത്രവും നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം തന്നെയാണ്. ആ ലക്ഷണശാസ്ത്രപ്രകാരം രാജയോഗം ഉള്ളവർ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക, തികഞ്ഞ ഈശ്വരാരാധനയിൽ ഈശ്വരവിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ആ രാജാവ് അല്ലെ രാജ്ഞിയാവാനുള്ള യോഗം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.